നമ്മൾ ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. 24 hours അടിച്ചുകൊണ്ടിരുന്ന കൊടും കാറ്റ് ഇപ്പോഴാണ് ഒന്ന് കാമായത്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു. टेंशन हो गया क्योंकि मैप्स अब नहीं चल रहा है। हमारा घर में फोन करना था, घर में फोन करने में नेट नहीं है, कोई चिंता नहीं पड़ेगा। तो कोई बंदा रोड मिलेगा थोड़ा रास्ता ये करिए ना। താങ്ക് യു. യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഷില്ലോങ്ങിലേക്ക് മടങ്ങി പോവാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ 2 ഫ്രണ്ട്സ് ഇന്നലെ ഷില്ലോങ്ങിലെത്തിയിരുന്നു. നമ്മൾ മുമ്പ് പ്ലാൻ ചെയ്തതനുസരിച്ചിട്ട് ചിറാപൂഞ്ചിയിൽ അവരെ മീറ്റ് ചെയ്യേണ്ടതാണ്. ഇന്നലെ ഉച്ചവരെ അവരുമായി ടച്ചിലുണ്ടായിരുന്നു. നെറ്റ്വർക്ക് പോയതിനു ശേഷം പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് ചിറാപൂഞ്ചിയിലേക്ക് പോയോ അതോ ക്യാൻസൽ ചെയ്തോ ഷില്ലോങ്ങിൽ സ്റ്റക്കാണോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മളെന്തായാലും ടാക്സി ഡ്രൈവർ പറഞ്ഞു തന്ന വഴിയും ഓർത്തുകൊണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഭയങ്കര മിസ്റ്റിയാണ് മൊത്തത്തിൽ. മഴ കുറച്ചൊന്ന് നിന്നിട്ടുണ്ട്. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ ഒന്നും കാണാനില്ല, വിസിബിലിറ്റി ഇല്ല. ഏതോ ഒരു ഹൈ റേഞ്ചിന് മുകളിൽ പോവാണ്. അപ്പൊ ചിറാപൂഞ്ചിയിലേക്കാണ് ഇപ്പോൾ റൂട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ച ചിറാപൂഞ്ചി ക്യാൻസൽ ചെയ്ത് ഷില്ലോങ്ങിലേക്ക് തിരിച്ചു പോകാന്ന്. നെറ്റ്വർക്ക് ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ കുന്ന് കയറിയപ്പോഴത്തേക്ക് നെറ്റ്വർക്ക് കിട്ടി. അപ്പൊ നമ്മൾ അവരെ വിളിച്ചപ്പം അവരും ചിറാപൂഞ്ചിയിലേക്ക് രണ്ടും കൽപ്പിച്ച് വരുവാണെന്ന് പറഞ്ഞു. ഈസ്റ്റ് ഖാസി ഹിൽസ് ആണ് ഇതെല്ലാം. ഇവിടെയൊക്കെ ലാൻഡ് സ്ലൈഡ് വാർണിംഗ് എല്ലാം ഉണ്ട്. നാളെയും കൂടി ഇതേ വെതർ കണ്ടീഷൻസ് തന്നെയാണ് പറയണത്. എന്തായാലും പോയി നോക്കാന്നുള്ളതാണ്. ഇത് ഭയങ്കര ഒരു അഡ്വഞ്ചർ നിറഞ്ഞ ഒരു യാത്രയായിപ്പോയി. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുന്നത്. കാരണം നമ്മളിപ്പോൾ 2 പേരേ ഉള്ളൂ. റെന്റ് എടുത്ത വണ്ടിയാണ്, അറിയില്ലാത്ത സ്ഥലമാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈനാണ്. മഴയുടെ ശക്തി കൂടിയും കുറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ടെൻഷൻ മാറാൻ വേണ്ടി ഫോണിലൂടെ അമ്മയോട് കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വതി. ഒരു വിധത്തിൽ പറഞ്ഞ നെറ്റ്വർക്ക് കിട്ടിയോണ്ട് മാത്രമാണ് യാത്ര അവസാനിപ്പിച്ച് ഷില്ലോങ്ങിലേക്ക് മടങ്ങിപ്പോവാതെ ചിറാപൂഞ്ചിയിലേക്ക് തന്നെ പോകാനായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തത്. ചിറാപൂഞ്ചിയിലേക്ക് 10 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ആ റോഡൊന്ന് കാണിച്ചാൽ ഒന്നുമേ കാണാൻ പാടില്ല. കുറെ റിസോർട്ടുകളുടെ പേരുകളുണ്ട്. വെറുതെ അല്ല, ബെറ്റസ്റ്റ് പ്ലേസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയാന്ന് തോന്നുന്നു ഇതിന്റെ മഴക്കാലത്തെ അവസ്ഥ. നമ്മൾ വന്നത് ആക്ച്വലി മൺസൂൺ ടൈം അല്ല, പക്ഷെ നമുക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ചിറാപൂഞ്ചി വാഖബ ഫോൾസിന്റെ അടുത്താണ്. നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ്. ചിറാപൂഞ്ചിയിലേക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ. ഇതിൻ്റെ ഒരു ചെറിയ കടയുണ്ട്. നമ്മൾ വെച്ച് ഇവിടുന്ന് ഒരു ചായ നൂഡിൽസ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. ഇവിടുന്ന് 7 മിനിറ്റാണ് താഴോട്ട് ഫോൾസിലേക്കുള്ള ദൂരം. നടക്കാനുണ്ട്. പോകാമെന്ന് വിചാരിക്കുന്നു. ചായ കുടിച്ചതിന് ശേഷം അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. നല്ല മഴയും നല്ല കോടയാണ്. ഇപ്പം 20 രൂപ കൊടുത്ത് മൂത്രം ഒഴിച്ചിട്ടുള്ളൂ. ഇവിടെ മൂത്രം ഒഴിക്കാൻ ഭയങ്കര പൈസയാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് 30 രൂപ കൊടുക്കേണ്ടി വരും ഒന്നും ഉള്ളണമെങ്കിൽ. ചൗമീൻ ഓർഡർ ചെയ്തത് ആൻഡ് സം ഹോട്ട് ചായ. താഴെ തന്നെ ഇന്ന് രാവിലെ കൂടുതലായിരുന്നു. എന്ത് വെച്ചിട്ടാണെന്ന് അറിയില്ല. അപ്പോൾ ശരിയായിട്ട് നല്ലോണം വെട്ടി വരുന്നുണ്ട്. ഇനിയിപ്പോ ബാത്റൂം വെട്ടിയാണെന്തോന്ന് അറിയില്ല. അത് ഇന്നലെ രാത്രി അവിടെ കിടന്ന് ടെൻഷനായിട്ടോ. ഭയങ്കര മഴയും കാറ്റും ആയതുകൊണ്ട് ഭയങ്കര ടെൻഷനായിപ്പോയി. 3 മണിക്ക് 2 മണിക്കൊക്കെ ഞാൻ എഴുന്നേറ്റു. ഇപ്പോഴാണ് സമാധാനമായത്. ഇവിടെ ആ ടെൻഷൻ കാരണം ചിലർക്ക് അപ്പിടാൻ വരുമല്ലോ. എന്തായാലും ചായ കുടിയൊക്കെ കഴിഞ്ഞ് മഴയൊന്നും വക വെക്കാതെ നമ്മൾ താഴോട്ട് ട്രെക്ക് ചെയ്യാൻ പോവാണ്.
ഇല്ല എത്രത്തോളം സ്റ്റീപ്പാണ്, എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്നുള്ളത് പോയി നോക്കാം. പക്ഷെ നല്ലൊരു കോട പിടിച്ച് കിടക്കുന്ന നല്ല തണുപ്പുണ്ട്. ഞാൻ കുട പൂട്ടി, കാരണം കുട സീനാണ്. ഇവിടെ സെൽഫി ഡേഞ്ചർ എഴുതി വെച്ചിട്ടുണ്ട്. കുട പൂട്ടിക്കോ. എക്സ്പീരിയൻസ് നേച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എന്ന് പറയാം. അത്രയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ടോപ്പ് സ്റ്റേഷനിൽ നമ്മുടെ കൂടെ കൂടിയ ഈ ക്യൂട്ടി പോകുന്ന വഴിയും വ്യൂ പോയിന്റും അടിപൊളി സീനറിയൊക്കെ കാണിച്ചു തരാമെന്ന മട്ടിലാണ് തണുപ്പും മഞ്ഞൊന്നും നോക്കാതെ മൂപ്പര് മുന്നിൽ നടക്കുന്നത്. നമ്മളെന്തായാലും അവനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു. അവൻ നമുക്ക് വഴിയായിട്ട് മുന്നിൽ പോയിട്ടുണ്ട്. ഹലോ സാർ, ഇപ്പം പറയുന്നത് ഈ വഴിയാന്നാ? ഏത് വഴിയാ പോണ്ട? ഈ വഴി അത്ര. നമ്മൾ ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് കണ്ടറിയാം. അത്രയും വെറ്റാണ്, മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ച് കോടയും മഞ്ഞ. അത് അവിടെയാണ് വെള്ളച്ചാട്ടം പോകും. പക്ഷെ ഒന്നും കാണാൻ പറ്റും. I think we are almost here. I think this is the view. ഒന്നും കാണാൻ പറ്റില്ല, പക്ഷേ ഇത് പോത്താണ്. അവന്റെ കാലിന് മുറി പറ്റിയിട്ടുണ്ടടാ. ഉമ്മയൊന്നും വെക്കണ്ട. വെള്ളച്ചാട്ടൊക്കെ കണ്ട് മുകളിലേക്ക് പോവാ. അവനും കൂടെ വരുന്നുണ്ട്. അവന് ഞങ്ങൾ മുകളിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കേണ്ട പരിപാടിയാണ്. വഴിയൊക്കെ കാണിച്ചു തന്ന് നടക്ക്. ഇത് അവനല്ല കേട്ടോ, അവളാണ്. സോറി ഗായ്സ്, ഇത് അവനല്ല, അവളാണ്. ഷീലയുടെ കാലിന് പരിക്കുണ്ടായിരുന്നെങ്കിലും ഏറ്റെടുത്ത ജോലി സിൻസിയറായിട്ട് തീർക്കുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു പുള്ളിക്കാരിയുടെ നടപ്പ്. ദേ വാട്ടർഫോൾസിന്റെ ഫ്രണ്ട് സൈഡും കൂടി കണ്ടിട്ട് പോയാൽ മതി എന്നാണ് പുള്ളിക്കാരി പറയണത്. ഇവിടെ വെച്ചാണ് ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവര് ഞങ്ങളുടെ പിന്നാലെ തന്നെ വരാമെന്ന് പറഞ്ഞു. സ്റ്റെപ്സ് ഒക്കെ ഇവര് സിമെന്റ് ഇട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ട്രക്ക് ചെയ്യണം നമ്മള്. ലങ് കപ്പാസിറ്റി കൂടണമെങ്കിൽ ട്രക്ക് ചെയ്യണം. നീ കാലും വയ്യാതെ എങ്ങനെയാടി കയറി ഇറങ്ങുന്നത്? നമ്മുടെ കിണറ്റിലൊക്കെ ഉണ്ടാവുന്ന നാട്ടിലെ ഇവിടെ തന്നെ നിൽക്കും. ഫോൺസ് അല്ലേ ഇത്? ഇവള് കണ്ടോ? കയറിപ്പോടെ. അയ്യോ, നമുക്ക് എന്താ നമ്മൾ വാങ്ങിച്ചു കൊടുക്ക? ഭീകരാണ് ഈ വ്യൂ. കണ്ട, കാണാൻ പാടില്ല. ഒരു എക്സ്പീരിയൻസ്. നന്നായി മഴ കൊണ്ടുണ്ട്. അവിടെ നമ്മൾ വന്നത് വിസിബിലിറ്റി ഇല്ല. ഞങ്ങളുടെ ടൂർ ഗൈഡ് ഉള്ളതുകൊണ്ട് ടൂർ ഗൈഡ് കറക്റ്റായിട്ട് വഴി പറഞ്ഞുണ്ട്. നടക്കുമത്തേ ഇവിടെയൊക്കെ ജോലിയാണ് സൈഡില്. ആ, അവളെല്ലാം പറയാ. അത് കണ്ടോ, ജോയിൻ ചെയ്തു. മുകളിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നു. പുള്ളിക്കാരി ഒരു കാല് വയ്യ. അടിപൊളി. എന്റെ ഭാര്യ അവിടെ. അയ്യോ, എന്റെ കൊട മാറി ഗായ്സ്, കൊട മാറി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഇത്രയും ദിവസത്തെ ട്രിപ്പിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഷീല. എനിക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. 15 രൂപ ഞാൻ കൊടുക്കാം. അപ്പം 15 രൂപ അവളാണെങ്കിൽ നോക്കി നിൽക്കുക. അപ്പം അവൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം കണ്ടോ, ഇവരുടെ സ്നേഹം വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ അവരായിട്ട് കറക്റ്റായിട്ട് സംസാരിക്കാൻ
അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര വാങ്ങുന്നത് നല്ലത് ക്രീം ബിസ്ക്കറ്റാണ്. കഴിച്ചു പാവം, പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അവള് ക്രീം ബിസ്ക്കറ്റ് നന്നായി കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. വാങ്ങിച്ചു. ഇവിടുന്ന് ചിക്കൻ ചോദിച്ചപ്പം ഞങ്ങൾ ആദ്യം കഴിച്ച കടയിൽ അവർ ചോദിച്ചപ്പോൾ അവരുടെ ഇല്ല. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് സെറ്റപ്പും പരിപാടിയും. താഴോട്ടാണ് നമ്മുടെ വാ ഖബാബ് ഫോൾസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് കാര്യമില്ല കേട്ടാ, ഞങ്ങൾ പോവാ ഫാൾസ്. ഇതാണ് ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റ് ഗൈഡ്. ഇനി ഇവിടെ വരുന്നവർക്ക് ഇവിടെ കാണാം അല്ലേ. നീ ഉണ്ടാവില്ല അവിടെ? ഉണ്ടാവുന്നതാണ് അവൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ നമ്മളിങ്ങനെ ചിറാപൂഞ്ചിയിലേക്ക് പോകുന്ന വഴി നമ്മളൊന്ന് വണ്ടി നിർത്തിയതാണ്. സൈഡിൽ നോക്കിയപ്പോൾ ഇതേ ഒരു വെള്ളച്ചാട്ടം. ഇവിടെ എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടമാണ്. അത്ര നല്ല കാലാവസ്ഥ കണ്ടീഷൻസ് ഒന്നും അല്ല, പക്ഷെ നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം, അതാണ് എൻ്റെ ഒരു ഇത്. അപ്പം നമ്മൾ ചിറാപൂഞ്ചി ഓൾമോസ്റ്റ് എത്തി. നമ്മളിപ്പോൾ അശ്വതിയുടെ ഡൽഹിയിൽ കൂടെ പഠിച്ച ചൈൽഡ്ഹുഡ് സ്കൂൾ ഫ്രണ്ട് സുകൃതി, അരവിന്ദ്, അവർ രണ്ടുപേരും അവരടുത്ത് പോയി. അവിടെ റൂം ഉണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലം നമ്മൾ ക്യാൻസൽ ചെയ്യും. ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്, പക്ഷെ അറിയില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ക്യാൻസലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അവർ ഓൾറെഡി ചോദിച്ചപ്പോൾ ഇല്ലയെന്നാണ് പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് പോയി അന്വേഷിക്കണം. ഈ സീൻ വളരെ സീനിക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കോടയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് लेने को बोला है. ओके, तू काट मत, 1 मिनट. या नहीं पता, इट्स लाइक वन ब्रिक्स वाला रोड. लेफ्ट ले लिया, साइमिका पार्क लेफ्ट. फिर ओ गॉड, कुछ ही नहीं दिखाई दे रहा. ओके, दिस इज फुल ब्रिक्स का एक रोड ना. ചിറാപൂഞ്ചി മൊത്തം കറങ്ങി ഇവരുടെ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട്. एक सेकंड में फिगर आउट कर लेते हैं. ഒരു വണ്ടി. हाँ, मिल गया. टाटा नेक्सन ना. थैंक गॉड. हाँ, दादा सुखी. സോ ഫൈനലി നമ്മള് അശ്വതിയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടു. ഹായ് സുകൃതി. हाय. സേ ഹായ്. Hello. This is petrol or normal water? Alcohol. Alcohol. See this. Whiskey. Okay, this is Wine from Bhutan. okay. See. What's the speciality about this Sukriti? Peach. Peach wine. yeah. Peach wine. All right. Where do you get this from? Airport. No, here only one. ഇവരെ ഫൈനലി കണ്ടപ്പോഴാണ് നമ്മൾ ശരിക്കും ഒന്ന് സെറ്റായത്. ഇതുവരെ ഉണ്ടായിരുന്ന സൈക്ലോൺ ഇമ്പാക്റ്റ് ഒക്കെ പതുക്കെ കാമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരേ സമയത്താണ് നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ നിന്ന് മേഘാലയയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഒരേ ഡേറ്റ് ആണെന്നുള്ള കാര്യം പിന്നീടായിരുന്നു നമ്മൾ അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ചിറാപൂഞ്ചിയിൽ കണ്ടുമുട്ടാമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കിയത്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ തീരെ മൈൻഡില്ല. പക്ഷേ നമുക്കിവിടെ കോട്ടേജ് ഒന്നും ക്യാൻസലേഷൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ സ്ഥലത്തേക്ക് പോയേ പറ്റൂ. നമ്മളപ്പം ഇവരുടെ അടുത്തുനിന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. ഇവിടുന്ന് ഹാഫ് ആൻ അവർ ഉണ്ട്. സമയം ഇപ്പം 3:30. നാളെ തിരിച്ച് ചിറാപൂഞ്ചിയിൽ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിറാപൂഞ്ചി എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് ഗുവാഹട്ടിയിലേക്ക് ഒരുമിച്ച് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മളങ്ങനെ ഒരു വലിയ കഥയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ നാടായ നാട് മൊത്തം ചുറ്റി. നമ്മൾ ആദ്യം പോയ സ്ഥലം ഭയങ്കര ക്രീപ്പി ആയിരുന്നു. അവിടെ നെറ്റ്വർക്കും ഇല്ല, ഒന്നുമില്ല, ഒരു കാടിനകത്ത്. അവസാനം നമ്മൾ ഫ്രണ്ട്സ് താമസിക്കുന്ന ഏരിയയിൽ തന്നെ തിരിച്ചെത്തി. നേരത്തെ വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്ന് മര്യാദയ്ക്ക് തപ്പാൻ പറ്റിയില്ല. താങ്ക്സ് ടു സുകൃതി, അവൾ കാരണമാണ് booking.com വഴി ഇപ്പോൾ നമുക്ക് ഈ പ്ലേസ് കിട്ടിയത്. ഇതാണ് റൂം. ചെറിയൊരു സെറ്റപ്പാണ്. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. നമ്മൾ എന്തോ ഭാഗ്യത്തിന് ഈ സ്ഥലം കിട്ടിയാണ്. ഇവിടെ ഇപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു ഇത്ര നേരം. ഇപ്പോൾ അവർ ജനറേറ്റർ ഓൺ ചെയ്തു. ഒരു 1.5 ദിവസമായി ഇവിടെ കറണ്ട് പോയിട്ട് ഈ ടൗണിൽ, ഈ സൈക്ലോൺ സീൻസ് ആയിട്ട്.
ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നാളെ ചിറാപൂഞ്ചി എക്സ്പ്ലോർ ചെയ്യലാണ് നമ്മുടെ പരിപാടി. വെതർ സിറ്റുവേഷൻസ് ഒക്കെ ക്ലിയറായി നല്ലൊരു ദിവസം ഉണ്ടാവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ.